Hi students, welcome to Greater Than Academy. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് Cbse ക്ലാസ് 10 പോളിനോമിയൽ എന്ന ചാപ്റ്ററിലെ ഡിവിഷൻ അൽഗോരിതം ഫോർ പോളിനോമിയൽ എന്ന് പറയുന്ന പോർഷനാണ്. അപ്പോൾ ഇതിനു മുൻപുള്ള പോർഷൻസ് എല്ലാം പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആൻഡ് പാർട്ട് 4ൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് പാർട്ട് 5 ആണ്. അപ്പോൾ പാർട്ട് 1, 2, 3, 4 കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 5 കാണുക. അപ്പോൾ ഡിവിഷൻ അൽഗോരിതം ഫോർ പോളിനോമിയൽസ് എന്ന് പറയുന്ന പോർഷനിലേക്ക് നമുക്ക് കിടക്കാം. നമുക്കൊരു ക്യൂബിക് പോളിനോമിയൽ എഴുതാം. അതായത് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 3. എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 3 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇഫ് വൺ ഓഫ് ഇറ്റ് 0 ഈസ് of its 0 is 1. ഇതില് ഈ എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 3 എന്ന് പറയുന്ന ഗിവൻ പോളിനോമിയലിന്റെ ഒരു 0 1 ആണെന്ന് വിചാരിക്കാം. ഒരു 0 1 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ അതർ സീറോസ് നമുക്ക് എങ്ങനെ കാണാം? അതർ സീറോസ് എങ്ങനെ ഫൈൻഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ആദ്യം തന്നെ അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ വൺ ഓഫ് ഇറ്റ് 0 ഈസ് 1 എന്ന് തന്നിട്ടുണ്ട്. അതിൽ ഒരു 0 എന്ന് പറയുന്നത് 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നത്തെ പോർഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യൂബിക് പോളിനോമിയലിന് അറ്റ്മോസ്റ്റ് മാക്സിമം എത്ര സീറോസ് ഉണ്ടായിരിക്കും? 3 സീറോസ് ഉണ്ടായിരിക്കും. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എത്രയാണ്? 2 നമ്പേഴ്സ് അല്ലെ, 2 സീറോസ് ഉണ്ടായിരിക്കും. അപ്പൊ ക്യൂബിക് പോളിനോമിയലിന് അറ്റ്മോസ്റ്റ് 3 സീറോസും ക്വാഡ്രാറ്റിക് പോളിനോമിയൽസിന് അറ്റ്മോസ്റ്റ് 2 സീറോസും ഉണ്ടായിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന ഒരു ക്യൂബിക് പോളിനോമിയൽ ആണ്. അതിന് മാക്സിമം എത്ര എണ്ണം കാണും? ക്യൂബിക് പോളിനോമിയലിന് 3 സീറോസ് ഉണ്ടായിരിക്കും. അതിൽ ഒരെണ്ണം മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കി എത്ര എണ്ണം ഉണ്ട്? ബാക്കി 2 സീറോസ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? 2 സീറോസ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനു മുൻപായിട്ട് ഒരു കാര്യം അറിയാം. ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, അതായത് ലീനിയർ പോളിനോമിയൽ ഇൻറ്റു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്തായിരുന്നു? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയിരുന്നു. അതായത് ഒരു ലീനിയർ പോളിനോമിയലും മറ്റൊരു ലീനിയർ പോളിനോമിയലും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു? ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടുമായിരുന്നു. ഞാനിവിടെ ഫസ്റ്റ് ഡിഗ്രി ഇൻറ്റു ഫസ്റ്റ് ഡിഗ്രി ഇസ് ഈക്വൽ ടു സെക്കൻഡ് ഡിഗ്രി, അതായത് ലീനിയർ ഇൻറ്റു ലീനിയർ എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ആണ്. അപ്പൊ ഇതിനകത്ത് ഈ രണ്ട് ഫസ്റ്റ് ഡിഗ്രിക്കാരും ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിലെ എന്താണ്? ഫാക്ടേഴ്സ് ആണ്. അടുത്തൊരു കേസ് എഴുതാം. ഫസ്റ്റ് ഡിഗ്രി ഇൻറ്റു ഫസ്റ്റ് ഡിഗ്രി ഇൻറ്റു ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ക്യൂബിക് ആയിരിക്കും. ക്യൂബിക് അല്ലെങ്കിൽ തേർഡ് ഡിഗ്രി ആയിരിക്കും. ഫസ്റ്റ് ഡിഗ്രി ഇൻറ്റു ഫസ്റ്റ് ഡിഗ്രി ഇൻറ്റു ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിനെ അല്ലെങ്കിൽ 3 ലീനിയർ പോളിനോമിയൽസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ക്യൂബിക് പോളിനോമിയൽ ആയിരിക്കും. ഇതിൽ രണ്ടുപേരെ എന്ത് ചെയ്യാം? വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെ എഴുതാം? ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഇൻറ്റു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. അതായത് ഇവരെ തമ്മിൽ ഫസ്റ്റ് ഡിഗ്രി ഇൻറ്റു ഫസ്റ്റ് ഡിഗ്രി എന്താണ്? സെക്കൻഡ് ആണ് അല്ലെ. സെക്കൻഡ് ഡിഗ്രി ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? ക്യൂബിക് തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഇത്രയും പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് വൺ ഓഫ് ഇറ്റ് 0 ഈസ് 1 ആണ് അല്ലെ. അതിൽ ഒരു 0 1 ആണെങ്കിൽ എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇസ് എ ഫാക്ട്. അപ്പോ അതായത് 1 എന്ന് പറയുന്നത് ഒരു 0 1 ആണെങ്കിൽ എക്സ് മൈനസ് 1 എന്തായിരിക്കും? ഒരു ഫാക്ടർ ആയിരിക്കും. ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ -2 ആണ് 0 എങ്കിൽ, എക്സ് പ്ലസ് 2 എന്തായിരുന്നു? ഒരു ഫാക്ടർ ആയിരിക്കും. അതായത് -2 ആണ് 0 എങ്കിൽ എക്സ് പ്ലസ് 2 ഒരു ഫാക്ടർ ആയിരുന്നു. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് 0 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എന്താണ്? 1 ആണ്. അതുകൊണ്ടാണ് എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ആയിട്ട് മാറിയത്. ഇനി 2 ആണ്, -2 ആയിരുന്നെങ്കിലോ എക്സ് പ്ലസ് 2 ഒരു ഫാക്ടർ ആയിട്ട്
മാറിയാണ്. ഇതൊക്കെ നമുക്ക് നേരത്തെ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എങ്കിലും ഇവിടെ ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, x-1 എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ആണെന്ന കാര്യം നമുക്ക് മനസ്സിലായി. അതായത് x³ - 3x² - x + 3 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ എന്താണ്? x-1 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അതർ ടു ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം ഒന്ന് പറയാം. അതായത് ഒരു ക്യൂബിക് പോളിനോമിയലിന്റെ ഒരു ലീനിയർ പോളിനോമിയൽ അല്ലെ ഒരു ഫാക്ടർ ആയിട്ടുള്ള ലീനിയർ പോളിനോമിയൽ തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഇതിനെ ഒന്ന് മാറ്റി നമുക്ക് എഴുതാം. മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? ഇതിൽ ഒരു പോളിനോമിയൽ ഒരു ഫാക്ടറിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേതാണ് ഫാക്ടർ? x-1. അത് x-1 എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇൻറ്റു ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഈസ് ഈക്വൽ ടു ആണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? x³ - 3x² - x + 3 എന്ന് പറയുന്ന പോളിനോമിയൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 0, 1 ആയതുകൊണ്ട് x-1 എന്താണ്? ഒരു ഫാക്ടറാണ്. ആ ഫാക്ടർ അതായത് ഒരു ലീനിയർ പോളിനോമിയൽ ഇൻറ്റു എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈക്വൽ ടു എന്തായിരിക്കും? x³ - 3x² - x + 3 ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫൈൻഡ് ചെയ്യാം. എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന x-1നെ x³ - 3x² - x + 3 എന്ന് പറയുന്ന പോളിനോമിയലിനെ x-1 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആൻസർ ആയിട്ട് കിട്ടും. ഈ ഡിവിഷനൊക്കെ ലോങ് ഡിവിഷനൊക്കെ നിങ്ങൾ 9th ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കൊണ്ട് x³ - 3x² - x + 3 എന്ന് പറയുന്ന ക്യൂബിക് പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആൻസർ ആയിട്ട് കിട്ടും. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്തായിട്ട് കിട്ടും? ആൻസർ ആയിട്ട് കിട്ടും. ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേം അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആയിട്ട് മാറുന്നു. ആ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? സീറോസ് ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് ഇതിന്റെ ബാലൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന x³ - 3x² - x + 3 എന്ന് പറയുന്ന ക്യൂബിക് പോളിനോമിയലിനെ x-1 എന്ന് പറയുന്ന ലീനിയർ പോളിനോമിയൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടുത്തെ ഡിവൈഡന്റിന്റെ ഫസ്റ്റ് ടേമും ഡിവൈസറിന്റെ ഫസ്റ്റ് ടേം അല്ലെ x³ ഡിവൈഡഡ് ബൈ x നോക്കുക. അപ്പോൾ എത്ര കിട്ടും? ആൻസർ 2x² അല്ലെ, സോറി x² എന്ന് കിട്ടും. x² എന്ന് കിട്ടും. അതായത് x³ ഡിവൈഡ് ബൈ x, അതായത് ഇവിടുത്തെ ഫസ്റ്റ് ടൈമും ഇവിടുത്തെ ഫസ്റ്റ് ടൈമും തമ്മിൽ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. x³ ബൈ x ഇസ് ഈക്വൽ ടു x². ഇനി എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ ഓരോ ടൈം വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് താഴേക്ക് എഴുതാം. x² ഇൻറ്റു x എന്ന് പറയുന്നത് x³ x² ഇൻറ്റു -1 മൈനസ് x². ഓക്കെ, സൈൻ ചേഞ്ച് ചെയ്യുന്നു. ഫസ്റ്റ് ടൈം x³ പ്ലസ് x³ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പ്ലസ് x³ നിന്ന് മൈനസ് x³ പോകുമ്പോൾ എന്താകുന്നു? ആ ടൈം തന്നെ ക്യാൻസൽ ആയി പോകുന്നു, അല്ലെങ്കിൽ ആൻസർ ആയിട്ട് 0 കിട്ടുന്നു. അടുത്ത സെക്ഷനിൽ നോക്കുമ്പോൾ, അടുത്ത ടൈമിലേക്ക് നോക്കുമ്പോൾ -3x² ആണ്. മൈനസ് ചെയ്യുമ്പോൾ മൈനസ് എന്തായിട്ട് മാറി? പ്ലസ് ആയിട്ട് മാറി. അതായത് സൈൻ ചേഞ്ച് ചെയ്തു. -3x² പ്ലസ് x² ആണ്. ആൻസർ എത്ര വരുന്നു? -3x² നിന്നും ഒരു x² മൈനസ് ചെയ്യുമ്പോൾ -2x² എന്ന് കിട്ടും. 2x² എന്ന് ആൻസർ കിട്ടുന്നു. -x + 3 താഴേക്ക് ഇറക്കി എഴുതി. ഇനി ഇവിടുത്തെ ഫസ്റ്റ് ടൈമിനെ ഡിവൈസറിന്റെ ഫസ്റ്റ് ടൈം കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. 2x² ഡിവൈഡഡ് ബൈ x എന്ന് പറയുമ്പോൾ എന്തായി വന്നു? 2x എന്നായി വന്നു. -2x അതായത് -2x² ഡിവൈഡഡ് ബൈ
എക്സ് എന്ന് പറയുമ്പോൾ ഈ എക്സും ഇത് ക്യാൻസൽ ആയി പോകുന്നു, -2x എന്ന് കിട്ടുന്നു. അതായത് ഇവിടുത്തെ ഫസ്റ്റ് ടൈമും ഈ ഫസ്റ്റ് ടൈമും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്തിട്ട് അത് കോഷ്യന്റിന്റെ സെക്കൻഡ് ടൈമായിട്ട് എഴുതുന്നു. ഇനി ഈ ടൈമിനെ ഓരോ ടൈമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് താഴേക്ക് എഴുതാം. -2x into x -2x square -2x into -1 plus 2x plus 2x. ഇനി സബ്സ്ട്രാക്ട് ചെയ്യാം. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ സൈൻ ചേഞ്ച് ചെയ്യാം. ഓക്കെ, -2x square plus 2x square ഈ ടൈം എന്തായി പോകുന്നു, 0 ആയിട്ട് പോകുന്നു. ഇനി -x plus -2x, അത് -x -2x ഇപ്പൊ രണ്ടും സെയിം സൈൻ ആണ്. അപ്പൊ എന്ത് വരും, -3x. അപ്പൊ 2xന്റെ കൂടെ -x ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, -3x plus 3 എന്ന് ആൻസർ വരുന്നു. ഇനി ഇവിടുത്തെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് -3x ആണ്. ഈ -3x ഡിവൈഡഡ് ബൈ x ചെയ്യുക. അപ്പോൾ -3x ഡിവൈഡഡ് ബൈ x, എക്സും ക്യാൻസൽ ആയി പോകുന്നു, -3 എന്ന് കിട്ടും. അത് കോഷ്യന്റിന്റെ നെക്സ്റ്റ് ടൈം ആയിട്ട് വരുന്നു, -3. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. -3 into x -3x -3 into -1 plus 3. നോക്കുക, ഇനി എന്ത് സബ്സ്ട്രാക്ട് ചെയ്യാം. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ സമയക്കും സൈൻ ചേഞ്ച് ചെയ്യുക. -3x ൽ നിന്ന് +3x പോയുമ്പോൾ 0 +3 -3, അതായത് +3 ൽ നിന്ന് -3 പോയി കഴിഞ്ഞാൽ എന്താ 0 തന്നെ. അപ്പൊ റിമൈൻഡർ എത്ര കിട്ടി, 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ റിമൈൻഡർ 0 കിട്ടി. നമുക്ക് ആൻസർ ആയിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട്, x² -2x -3 എന്ന് പറയുന്ന ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, x -1 എന്ന് പറയുന്ന ഒരു ലീനിയർ പോളിനോമിയലിനെ x² -2x -3 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് x³ -3x² - x + 3 എന്ന് പറയുന്ന ഒരു ക്യൂബിക് പോളിനോമിയൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, അതായത് x -1 into x² -2x -3 is equal to എന്താണ്, x³ -3x² -x + 3 ആയിരിക്കും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ x² -2x -3 എന്ന് പറയുന്ന പോളിനോമിയലിനെ വീണ്ടും എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ x² -2x -3 അതിനെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം എന്ന് പറയുന്ന മെത്തേഡ് വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, -3 into 1 എന്ന് പറയുന്നത് -3 കിട്ടുന്നു. സം എന്ന് പറയുന്നത് എന്താണ്, -2 ആണ്. സം എന്ന് പറയുന്നത് -2 ആണ്. അപ്പൊ നമുക്കറിയാം ഏതോ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് -3യും സം എന്ന് പറയുന്നത് എന്താണ്, -2 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് ഏതൊക്കെ ആയിരിക്കും, -3യും 1ഉം ആയിരിക്കും. കാരണം -3 into 1 പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -3 into 1 എന്ന് പറയുന്നത് -3യും, സം എടുക്കുന്ന സമയത്ത് -3 + 1 ചെയ്ത് കഴിയുമ്പോൾ -3യിൽ നിന്നും 1 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും, അല്ലെങ്കിൽ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ഓപ്പോസിറ്റ് സൈനിലല്ലേ. അപ്പോൾ -3 + 1 എന്ന് പറയുമ്പോൾ എത്ര ആൻസർ കിട്ടും, -2 എന്ന് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് കിട്ടി. ഏതൊക്കെയാണ്, -3യും 1ഉം ആണ്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. x² -3x plus 1x -3 ഇതിൽ ഇവരെ ഗ്രൂപ്പ് ചെയ്യാം. x² -3x ൽ നിന്ന് കോമൺ എടുക്കാൻ x കോമൺ എടുത്തു, x കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ബാലൻസ് ആയിട്ട് x -3 അല്ലെ. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, x into x x² -3 into x -3x പ്ലസ് 1 കോമൺ എടുക്കാം. കാരണം ബ്രാക്കറ്റിൽ ഏത് ടൈം വരുന്നോ അത് തന്നെ ഇവിടെ കീപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതായത് x -3 ഇങ്ങനെ ചെയ്തതിന് ശേഷം ഡൗട്ട് വരുവാണെങ്കിൽ ഒന്ന് റിവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. 1 into x 1x -3 into 1 -3. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആണ്. ഇനി നമുക്ക് ബ്രാക്കറ്റിലെ ടൈം അത് ഇവിടെ എടുത്തിരുന്നു, അതായത് x -3 ഒരു ഫാക്ടർ ആണ്. അതുപോലെ തന്നെ x പിന്നെ ഈ +1 x +1. ഓക്കെ, അപ്പൊ ഇതാണ് x² -2x -3 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ
നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ സ്പ്ലിറ്റ് ചെയ്ത് വീണ്ടും ഒരു 2 ലീനിയർ പോളിനോമിയലും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫാക്ടേഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3യുടെ സ്ഥാനത്തേക്ക് ഇനി എന്ത് എഴുതാം? എക്സ് മൈനസ് 3 എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 3 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എക്സ് മൈനസ് 1 എക്സ് മൈനസ് 3 എക്സ് പ്ലസ് 1 ആർ ദ ഫാക്ടേഴ്സ് ഓഫ് എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 3. ഇതൊക്കെയാണ് എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 3യുടെ ഫാക്ടേഴ്സ്. അങ്ങനെയെങ്കിൽ സീറോസ് എന്തൊക്കെയായിരിക്കും? എക്സ് മൈനസ് 1 ഒരു ഫാക്ടർ ആണെങ്കിൽ പ്ലസ് 1 എന്ന് പറയുന്നത് ഒരു സീറോ ആയിരിക്കും. എക്സ് മൈനസ് 3 ഒരു ഫാക്ടർ ആണെങ്കിൽ 3 ഒരു സീറോ ആയിരിക്കും. എക്സ് പ്ലസ് 1 ഒരു ഫാക്ടർ ആണെങ്കിൽ മൈനസ് 1 എന്തായിരിക്കും? ഒരു സീറോസ് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ സീറോസ് എന്തൊക്കെയാണ്? 1 3 മൈനസ് 1. അപ്പോൾ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഒരു സീറോ തന്നിട്ട് അതർ 2 സീറോസ് ഫൈൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ 2 സീറോസ് തന്നിട്ട് ബാക്കിയുള്ള സീറോസ് ഫൈൻഡ് ചെയ്യാനും ക്വസ്റ്റ്യനിൽ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പോർഷൻ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം.